ഗാൽവനോമീറ്ററിനെ കുറിച്ചാണ്. അതായത് ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ ഡിറ്റക്ടിങ് ആൻഡ് മെഷറിങ് സ്മോൾ ഇലക്ട്രിക്കൽ കറണ്ട്. ഇലക്ട്രിക്കൽ കറണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീറ്ററാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഇതുള്ളൊരു ഇതാണ് പറയാൻ പോകുന്നത്. അതായത് നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ 2 പെർമനൻറ്റ് മാഗ്നറ്റ്സ്. അപ്പോൾ ഇവിടുന്ന് മാഗ്നറ്റിക് നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബെൻഡായിട്ടാണ് ഇവിടുന്ന് മാഗ്നറ്റിക് പോകുന്നതെന്ന് അറിയാമല്ലോ. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കോയിൽ വെച്ചിട്ടുണ്ട്. അതാണ് മൂവിങ് കോയിൽ എന്ന് പറയുന്നത്. അതൊരു സ്ക്വയറിന് ഷേപ്പുള്ള കോയിലായിരിക്കും. അതിന് ചുറ്റും നമ്മൾ ഇതുപോലെ കോപ്പർ വൈസ് ഇങ്ങനെ കോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചുറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഇടയിലായിട്ടുള്ള ഇൻസൈഡായിട്ട് നമ്മളൊരു കോപ്പർ മറ്റേ സോഫ്റ്റ് അയൺ കൂടെ വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് അയൺ കൂടെ എന്താ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് റീഡ് ചെയ്താക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് സോഫ്റ്റ് അയൺ കൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോയിലിലൂടെ കറണ്ട് പോകുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കോയിൽ അവിടെ നിന്ന് എന്ന് ബിയിലേക്ക് കറണ്ട് പോകണം, സിന്ന് ഡിയിലേക്ക് ഇറങ്ങുക, താഴത്തേക്ക് കറണ്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഈ ഒരു ഫിംഗർ ടിപ്പ് ഇങ്ങനെ പോയിൻ്റ് ചെയ്യുന്ന ഭാഗം നോർത്തായിരിക്കും. ഈ നോർത്ത്, അപ്പോൾ ഇവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോർത്തായിരിക്കും. അപ്പോൾ ഈ നോർത്ത് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ അതിനകത്ത് കറണ്ട് പോകുമ്പോഴേ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം ഇവിടെ കറണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ മെഷർ